ഗാന്ധിജി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ വി കല്യാണം മാത്രമായിരിക്കും. 1944 മുതൽ ഗാന്ധിജിക്കൊപ്പം ചേർന്ന അദ്ദേഹം ഗാന്ധിജി കൊല്ലപ്പെടുന്നവരെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന കല്യാണം അവിചാരിതമായാണ് ഗാന്ധിജിയുടെ സെക്രട്ടറി ആയത്. 1942 രാജ്യമെങ്ങും ക്വിറ്റ് ഇന്ത്യ സമരം അലയടിച്ച വേളയിൽ സമരത്തെ അനുകൂലിച്ച് നോട്ടീസ് വിതരണം ചെയ്തതിൻ്റെ പേരിൽ കല്യാണവും ജയിലിലായി. പിന്നീട് ജയിൽ മോചിതനായ ശേഷം ഹിന്ദുസ്ഥാൻ ടൈംസിൽ ജോലി ചെയ്തിരുന്ന ഗാന്ധിജിയുടെ പുത്രൻ ദേവദാസ് ഗാന്ധിയെ പരിചയപ്പെട്ടതാണ് കല്യാണത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത്. ദേവദാസ് ഗാന്ധി മുഖേന അദ്ദേഹം ഗാന്ധിജി സ്ഥാപിച്ച സേവാശ്രമത്തിൽ എത്തി. അങ്ങനെ ഗാന്ധിജിയുടെ സെക്രട്ടറിയായി. ഗാന്ധിജി എഴുതി നൽകിയ കത്തുകൾ ടൈപ്പ് ചെയ്യുകയായിരുന്നു കല്യാണത്തിൻ്റെ ജോലി. ഗാന്ധിജി രാജ്യത്തുടനീളം യാത്ര ചെയ്യുമ്പോഴും കല്യാണം അദ്ദേഹത്തിന് നിഴലായി കൂടെ ഉണ്ടായിരുന്നു. അത് ഗാന്ധിജിയുടെ മരണം വരെയും തുടർന്നു. I was to the left of Gandhi, hardly 2 inches or 3 inches. Gandhi was here. Godse came from this side and shot. It hit him on the right side. Had Godse shot from here, I would have also gone. So I missed the bullet by a few inches. ഇപ്പോൾ ചെന്നൈയിൽ ഗാന്ധി മാർഗത്തിലൂടെ ജീവിക്കുന്ന അദ്ദേഹം നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളിലും രാജ്യത്തെ സ്ഥിതിഗതികളിലും ദുഃഖിതനാണ്. After including all the perquisites, they get 50,000 units of electricity free, 1 lakh telephone calls free. That's how it comes to about 3 to 4 lakh. Gandhi would not have allowed all this had he been alive. ഗാന്ധിജി വിഭാവനം ചെയ്ത രാഷ്ട്രസങ്കല്പത്തിൽ നിന്ന് നമ്മുടെ രാജ്യം വളരെ അകലെയാണെന്നും ഈ ഗാന്ധിയൻ വിലപിക്കുന്നു. ക്യാമറമാൻ അനിൽ നീലേശ്വരത്തിൻ്റെ ദൃശ്യങ്ങൾക്കൊപ്പം ധനിത് ലാൽ എസ് നമ്പ്യാർ, ഇന്ത്യ വിഷൻ, ചെന്നൈ.